ഹായ്. ഹലോ ഗൈസ്. കൂലി കൂലി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് തന്നെ ബേസിക്കിലേക്ക് പോകും, ഇതിന്റെ സ്ക്രീൻ പ്ലേയിലേക്ക് പോകും. സാധാരണ ലോക്കിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല ബ്ലോക്സ് ഉണ്ട്. ആക്ഷൻ ബ്ലോക്ക്, ഇമോഷൻ ബ്ലോക്ക്, അങ്ങനെ ബ്ലോക്സ് ഒക്കെ കറക്റ്റ് സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന ഒരു റൈറ്റർ ആയിരുന്നു ലോക്കി. ഇതിനകത്ത് എന്താന്ന് വെച്ചാൽ മൊത്തത്തിലൊരു സ്ക്രീൻ പ്ലേ നോക്കുമ്പോൾ ഇപ്പൊ വിക്രമിന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഗ്രാഫ് എടുക്കാം. കർണൻ എങ്ങനെയാണ് പോണ, കർണന്റെ ലൈഫ് അത് മാത്രമായിരുന്നു ഫസ്റ്റ് ഹാഫ്. അതെല്ലാരും ഫ്ലാറ്റ് എന്ന് പറഞ്ഞ സാധനം. പക്ഷെ അതിലും ഒരു സ്റ്റോറി ലൈൻ ഉണ്ടായി, അങ്ങനെ പോകുന്നുണ്ടായി. പിന്നീട് അങ്ങോട്ട് ഗ്രാഫ് അങ്ങോട്ട് കയറാണ്. നമ്മുടെ വിക്രമിന്റെ ഗ്രാഫ് പറയുകയാണെങ്കിൽ ഒറ്റ കയറ്റം കൂടെ കയറാണ്. പക്ഷെ ഇതില് ഇന്റർവെൽ പഞ്ചൊക്കെ അത്ര ഹൈ ആയിരുന്നു. ഇൻട്രോ മുതല്, അതായത് രജനിയുടെ ഇൻട്രോ തന്നെ ഡ്യൂബിന്റെ കയ്യിൽ കാണിച്ചുകൊണ്ടാണ്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഒരു ഇൻട്രോ ആയിട്ടുള്ള ഒരു നല്ലൊരു മൊമെന്റ് എന്തായാലും അതിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഓർത്തത് ഇൻട്രോ ഉണ്ടപ്പോ അതൊരു ക്ലാസിക് ഇൻട്രോ, ഇനി ഒരു സെക്കൻഡ് ഇൻട്രോ. അതെ, നോർമലായിട്ട് പോയിട്ട് ഒരു അടിപൊളി ഒരു സാധനം നമ്മുടെ ലാലേട്ടൻ 2020 ചെയ്ത പോലെ ഫസ്റ്റ് നോർമല്, പിന്നെ ഒരു ഭയങ്കര ഇൻട്രോ ഒന്നും ഉണ്ടായില്ല. അതും ഫ്ലാറ്റ് ആയിട്ട് പോയി. അങ്ങനെ മൊത്തത്തിലൊരു നിർവികാര പടം. ഫ്ലാറ്റ് തന്നെ പോയി. അതായത് നമ്മള് സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരിക്കും, സെക്കൻഡ് ഹാഫിലായിരിക്കും ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സാധനങ്ങളൊക്കെ തന്നെ. അപ്പൊ ഇതിന് എ സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ സെക്കൻഡ് ഹാഫ് എന്തായാലും എന്താ അപ്പൊ അത് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ എന്തായാലും സർട്ടിഫിക്കറ്റിന്റെ ഒരു സംഭവം ഉണ്ടാവും. എനിക്ക് മനസ്സിലാകാത്ത ജയിലറിൽ ഇതിലും വയലൻസ് ഉണ്ട്. ഒരാളുടെ ഹെഡ് വെട്ടിയിട്ടുള്ള ബോഡി ഒക്കെ കാണിക്കുന്നുണ്ട്. അതിന് യൂഎ കിട്ടിയ ഇതിനെന്താണ് ഏതൊരു കൊടുത്തില്ല. ഇതിന് പറഞ്ഞമാതിരി ഒരുപാട് പേരെ പല്ലണോണ്ടായി. 18 വയസ്സിന് താഴെയുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല എന്നുള്ളതായിരിക്കും. കാരണം അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നോക്കിയിട്ടുണ്ട് സ്ക്രീൻ പ്ലേ. പക്ഷെ അത് നമുക്ക് മനസ്സിലാവാണ്ട് കോംപ്ലിക്കേറ്റ് ആയി പോകണമല്ലോ. അല്ലാണ്ട് ഒരുപാട് സാധനങ്ങൾ ചെറിയൊരു കാര്യങ്ങളിൽ കുത്തിയറച്ച പോലെ ഒരു സാധനത്തിലേക്ക് പോലെ 2 മണിക്കൂർ 50 മിനിറ്റ് 53 മിനിറ്റ് എങ്ങാണ്ടായിരുന്നു. അത് ഒരു ഷോർട്ട് ഫിലിമിന്റെ സ്റ്റോറി എടുത്തിട്ട് വലിച്ചു നീട്ടി ഇഷ്ടക്കേട് വെച്ചല്ല കണ്ടോണ്ടിരുന്നത്. എന്തെങ്കിലും വരും എന്നുള്ള ഉള്ളത് കുഴപ്പമില്ല പോയിട്ടുണ്ട്. പക്ഷെ ഇതല്ല. കാരണം ലാസ്റ്റ് ലോകേഷ് എന്ന് പറഞ്ഞൊരു ഫിലിം മേക്കർ ഓരോ പടം വരുമ്പോഴും ഭയങ്കര ഡിഫറെന്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ബെറ്റർ ആണോ പോലെ ഒരു ഇതിലാണ് പോകണം. ഇപ്പൊ പടങ്ങളുടെ റിവ്യൂസ് നോക്കി. ഇപ്പൊ ലിയോ അതിന് മുമ്പത്തെ വിക്രമിന്റെ അത്രയും നല്ല റിവ്യൂസ് ആയിരുന്നില്ല. ബട്ട് ലിയോ നോക്കുകയാണെങ്കിൽ വിക്രമില് ചെയ്ത ആ ഡയറക്ഷനേക്കാളും വ്യത്യാസം ഉണ്ടായി. കുറെ ടെക്നിക്കലി ബ്രില്യന്റ് സ്റ്റാഫ് ഉണ്ടായിരുന്നു. ലിയോ എന്തൊക്കെ പറഞ്ഞാലും മേക്കിംഗിലൊരു ലിയോയുടെ എന്താ വെച്ചാൽ നമുക്ക് പിന്നെയും വാച്ചബിൾ ആയിട്ടുള്ള ഒരു മൂവി പിന്നെ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടും. മലയാളത്തിലെ ആട് സിനിമ, മാസ്റ്റർ വാല്യൂ, അങ്ങനത്തെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമായിരിക്കുന്നെങ്കിലും നമ്മള് കഴിഞ്ഞപ്പോഴേ ആ കാര്യം പിന്നെ ക്ലീശകളുടെ മേളം. അതായത് സ്ത്രീകൾക്കൊക്കെ വില്ലന്മാര് ഒരു ആപത്ത് വരുന്നു, വില്ലന്മാര് കാരണം അപ്പോഴേക്കും നായകൻ വരുന്നു, സ്ഥിരമുള്ള ഒരു രക്ഷകൻ വരുന്നു. അതെ. എനിക്ക് എന്താ ഭയങ്കര പാടായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ലോകിയുടെ ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ പുള്ളി ഭയങ്കര കാര്യമായിട്ടാണ് ഈ ക്ലീഷേഴ്സ് ഉപയോഗിക്കുന്ന കാര്യം, ആക്ഷൻ ബ്ലോക്സ് അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് വെക്കുക എന്നുള്ള കാര്യമൊക്കെ ഭയങ്കര വളർന്നു പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരാള് ഇങ്ങനത്തെ ക്ലീഷേഴ്സ് വെച്ചു. അപ്പൊ ഞാൻ ആദ്യം വെച്ചു ഓക്കെ സൂപ്പർ സ്റ്റാറിനെ വെച്ചാണ് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സാധനമായിരിക്കും. പക്ഷെ മൊത്തത്തിൽ ഇതിൽ പുതുമയൊന്നും ഇല്ലാത്തത്. ഫൈറ്റും സൂപ്പർ സ്റ്റാറിന് ഇത്ര പ്രായമായതുകൊണ്ടാണോ അതിനങ്ങനെ പോയ. പിന്നെ ഉപ്പിനെ കൊണ്ടുവന്നിട്ടായാലും അത്ര ഒരു ഇതുമില്ലാത്ത പഞ്ചിൽ മാത്രമാണ് ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് റോള് കൊടുത്തു എന്നുള്ളൊരു ഫീൽ. ഒരു കുറച്ച് ഒരു ഇതിലും വന്നത് ആ ഒരു ഫൈറ്റ്. ആ ഒരു സ്റ്റാർട്ടിങ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. പുള്ളിക്ക് ഉണ്ടായി കുറച്ച്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതില്ലാണ്ടായി. പിന്നെ നാഗാർജുനനെ കൊണ്ടുവന്നിട്ടായി. നാഗാർജുന നല്ലൊരു ആക്ടിങ് ഒക്കെ കൊള്ളാം. പക്ഷെ അതിന് ഒരു എന്താ പറയാ,
പടത്തിന് ഒരു ആപ്റ്റായിട്ടുള്ള ഒരു സംഭവം പോലെ ഒരു ഒന്നുമില്ല, പുള്ളിക്ക് ഒരു പ്രത്യേക ഒരു ഇത് കൊടുത്തിട്ടില്ല, കൺസിഡറേഷൻ കൊടുത്ത ക്യാരക്ടർ കുറച്ചും കൂടെ നാഗാർജുനയുടെ ശാപത്തിനൊത്ത് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ മാസ്റ്ററൊക്കെ പറയുകയാണെങ്കിൽ സേതുപതിക്ക് വില്ലൻ എന്നൊക്കെ പറഞ്ഞ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ വില്ലനായിട്ട് ഇത് വില്ലൻ എന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഇതിലായിപ്പോയി. അങ്ങനെ അതുകൊണ്ട് പടം ഒരു ആവറേജ് എന്ന് നമുക്ക് പറയാം. അതെ, എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലും അമീർ ഖാനെ കൊണ്ടുവന്നത് ശരിക്കും വിക്രത്തിൽ ലാസ്റ്റ് റോളക്സിനെ കൊണ്ടുവന്ന പോലെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ലോകേഷ് പുള്ളി യൂസ് ചെയ്ത ട്രിക്ക് തന്നെ യൂസ് ചെയ്ത് അത് പാളി പോണത് ആലോചിച്ച് നോക്കി. സ്വന്തം സാധനം തന്നെ 100 റിപ്പീറ്റ് അടിച്ച് മോശമാണ്, അത് കോപ്പി ചെയ്യാറുണ്ട്. ആ റോളക്സിന്റെ ക്യാരക്ടർ വന്നിട്ട് എന്തോരം സിനിമയല്ല, ഹിന്ദി സിനിമകൾ ഉൾപ്പെടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരാളെ കൊണ്ടുവന്ന് സെറ്റ് ആക്കാൻ നോക്കി, പക്ഷെ അതൊന്നും വർക്കായിട്ടില്ല. അത് തന്നെ ലോക്കിങ് ചെയ്തു അവര്, ഇതുപോലെ തന്നെ അത് നോക്കി വെച്ച് ആക്ച്വലി അനിരുദ്ധിന്റെ ബിജിഎം നല്ലതൊക്കെ ആണെങ്കിലും അമീർ ഖാൻ കൊടുത്തേക്കണ റോളക്സിന് കൊടുത്ത പോലെ തന്നെ ഒരു ബിജിഎം ഉണ്ട്. അത് അത്ര അങ്ങോട്ട് അത്ര ഇതല്ല, എന്താ പറയാ, നമുക്കൊരു കൈയടിക്കുക, വാവ്, ആ ഒരു രോമാഞ്ചം കൊണ്ട് കണ്ടിരിക്കുക എന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഞങ്ങളുടെ തിയേറ്ററിൽ കൈയടിച്ച ഒരേ ഒരു മൊമെന്റ് ഒരു ക്യാരക്ടറിന്റെ ഡെത്ത്. ശരിയാ, അതെന്താന്ന് പറഞ്ഞു, ക്യാരക്ടർ തന്നെ സ്പോയിലറാണ്, അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആയിരിക്കും ഇതിലാകെ ഒരു ആർക്കുള്ള, നമ്മൾ കാണുമ്പോ ഒരു വ്യത്യാസമുള്ള ആ ക്യാരക്ടർ ഒരു ക്യാരക്ടറാണെന്നുള്ളൊരു, കാരണം ആ ക്യാരക്ടർ നല്ലൊരു ഇതിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പറയണം. കാരണം സ്റ്റോറിയിൽ ഒരുപാട് മാറ്റങ്ങൾ, അല്ലാത്ത വേറെ വെറുതെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറെ പേരൊക്കെ വെറുതെ എന്തിനൊക്കെയോ കുറെ പേരെ കൊണ്ടുവന്ന് വെറുതെ ആൾക്കാരെ കൂട്ടി കാട്ടിന്നല്ലാതെ അത്രയൊന്നും ആൾക്കാരെ എന്റെ ആവശ്യമില്ല, അതുപോലെ ചെയ്തു വെച്ചേക്കണേ. പക്ഷെ ആക്ടിങ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും സൗബിനെടുത്ത് പറയാൻ, സൗബിന്റെ നല്ല അടിപൊളി അഭിനയം. ശ്രുതിദാസൻ ഒരു എന്താ പറയാ, സാധാരണ ഇതുള്ള മാതിരി ഒരു പാവത്താല് സലാറിലൊക്കെ ഉള്ള മാതിരിയല്ല, ഇതിൽ അത്യാവശ്യം നല്ല കംപ്ലീറ്റ് മേക്കപ്പ് വഴിച്ചിട്ട് നല്ല റോ പെർഫോമൻസ്. അതുപോലെ റബ്ബ ജോണിനൊക്കെ എന്തിനാ കൊണ്ടുവന്നതെന്ന് അറിയില്ല, വെറുതെ കാണിച്ചു വയ്ക്കാന്നല്ലാതെ. പക്ഷെ മറ്റേ ഒളിലോഞ്ചിന് തലവരൊക്കെ പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഇത് കഴിഞ്ഞിട്ട് സൗബിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുന്നത്, കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു സൈഡ് പിക്ക് പോലെ ഒരു ക്യാരക്ടർ അല്ല. സൗബി നല്ലൊരു മെയിൻ റോളാണ്. ഫൈറ്റിന് യൂസ് ചെയ്തേക്കണ VFX കുറച്ച് പ്രശ്നം വെച്ചാൽ ഫേസ് സ്വാപ്പിംഗ് ഒക്കെ ശരിക്കും മനസ്സിലാവും. അത് തലവയുടെ ഫൈറ്റിൽ ഒരു 5 ഷോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് 4 ഷോട്ടും വേറെ ആളാണ് ചെയ്തേക്കുന്നത്, മനസ്സിലാവും. നമുക്ക് കറക്റ്റായിട്ട് അത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ, ഫോണില് എത്രത്തോളം ഇരുന്ന് കണ്ടാൽ മനസ്സിലാവും എന്നറിയില്ല, പക്ഷെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ നല്ല നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് ലോകേഷ് ആണ് ചെയ്തെന്നുള്ള അത് ഫൈറ്റിന് ഇത്രയും വലിയ കാര്യം കൊടുക്കുന്ന ഒരു ഫൈറ്റ് പോലും ഓർത്ത് വയ്ക്കാനുള്ള ഒരു ഫൈറ്റ് പോലെ. അതുപോലെ തന്നെ കൊറിയോഗ്രാഫി ആണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയോടെ ഇരിക്കുന്ന, ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷയായിരുന്നു. കാരണം അവരുടെ കൊറിയോഗ്രാഫി ഇപ്പൊ തഗ് ലൈഫ് അവർ തന്നെ ചെയ്തു. തഗ് ലൈഫ് പടം മോശമാണെങ്കിലും ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ട്. ശരിയാ. അപ്പൊ നമുക്ക് ഈ പടം നമ്മൾ പ്രതീക്ഷ എന്താ, ലോക്കി ഡയറക്ടർ, ഇവര് ഫൈറ്റ് കൊറിയോഗ്രാഫി, അൻപത് ഫൈറ്റ് കൊറിയോഗ്രാഫി, അനിരുദ്ധ് മ്യൂസിക്, പിന്നെ ഇവര് ഇത്രയും സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റാർഡംസ് ഉള്ള ആക്ടേഴ്സ്. അപ്പൊ നമുക്ക് ഭയങ്കര പ്രതീക്ഷ, അമിത പ്രതീക്ഷ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ആവറേജ് മൂവിയായിട്ട് കണ്ടിരിക്കാനുള്ള കുഴപ്പമില്ലാത്തൊരു മൂവിയാണ്. ഇപ്പൊ ലോകേഷ് അല്ല എടുത്തെങ്കിൽ ഇത്രയും ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലും നന്നായി നല്ല രീതിയിൽ ഓടിയാനാ, വളരെ രീതിയിൽ തന്നെ ഓടിയാനാ. കാരണം ശരിക്കും സ്റ്റാർസിനെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇതൊരു കുഴപ്പമില്ലാത്ത കഥയാണ്, നല്ല ഒരു കഥയാണ്. ഇപ്പൊ അതിന് ഇപ്പൊ രജനിക്ക് പകരം വേറെ ഒരാള് ഹീറോ ആയിട്ട് അയാളുടെ ഒരു യങ്ങർ വേർഷൻ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ വ്യത്യാസമായാണ്. മേ ബി ലോകിക്ക് രജനീനെ യൂസ് ചെയ്യാനുള്ള ഒരു ഇതാണ് വ്യത്യാസം ഉണ്ടോ, കാരണം രജനീകാന്തിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അധികം പരിപാടികളിൽ ബോഡി അനക്കം ഇല്ലാത്ത അങ്ങനെയാണ് ചെയ്ത് കാണുന്നത്. ജയിലറിലൊക്കെ ജയിലർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ സൂപ്പർ സ്റ്റാറിന് ഫൈറ്റ് സീൻ ഇല്ല, വളരെ മാസം എന്ന് പറഞ്ഞാൽ പുള്ളിനെ മേലെ അധികം അനുകരിപ്പിക്കാണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റൈലിഷ് നടത്താം, അങ്ങനെ സ്റ്റൈലിഷ് നോക്കാം.
അത് പോയാൽ മതിയായിരുന്നു. അതെ. മേ ബി പിന്നെ ഈ പറഞ്ഞ മാതിരി മറ്റ് സിനിമകളെ അപേക്ഷിച്ച്, അതായത് ആദ്യത്തെ ലോക്കി സിനിമകളെ അപേക്ഷിച്ച് ഇത് ഒരു വലിയ സ്റ്റാർ ആയതുകൊണ്ട് അവർക്കൊരു പ്രധാനം ഭയങ്കരമായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഇതും കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയാക്കി എടുത്തത് പുള്ളി ലോക്കി. പിന്നെ ഒരു ഇന്റർവ്യൂ അനിരുദ്ധ് പറഞ്ഞ ഒരു കൂടി ടൂ ഉണ്ടാവും. അല്ല, അതിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അതായത് ഇപ്പൊ എമ്പുരാൻ കണ്ടുകഴിഞ്ഞപ്പോഴായാലും നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർട്ടിന് വേണ്ടി എടുത്തു വെച്ച ഒരു സാധനം എന്നുള്ളൊരു ടോക്കിങ് വളരെയധികം. ഇതും അങ്ങനെ സംസാരിക്കുമ്പോ അതിനൊന്നുമില്ല. ഇതൊരു പൂർണ്ണമായ കഥ പോലെ തന്നെ അവസാനിപ്പിച്ചേക്കുന്നവർ അങ്ങനെ തന്നെയാണ്. എൽസിയോട് യാതൊരു കണക്ഷനും ഇല്ല. കണക്ഷൻ ഇല്ലാതിരിക്കണം വളരെ നല്ലതെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. നല്ല കാര്യമാണ്. കണക്ഷൻ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. ഒരുപാട് നമ്മൾ തന്നെ പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ അടുത്തേക്ക് ഇന്ന ആളുടെ ഇന്ന ക്യാരക്ടർ. അതെ, അമീർ ഖാന്റെ 2 മറ്റേ കണ്ടെയ്നർ കാട്ടുന്ന പക്ഷെ വാച്ചിന്റെ ഇത് കാട്ടുന്ന മേബി കണക്ഷൻ വച്ചോണ്ടും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? അവസാനം പടം കണ്ടിട്ട് വേണ്ട അങ്ങനത്തെ ഇതായിരിക്കും. അതാണ് നല്ലത്. പിന്നീട് ഈ ക്യാരക്ടറിനെ എൽസിയിലേക്ക് എടുത്തു വന്ന് ഇതുപോലെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പിന്നീടും വലിയൊരു തോൽവിയിലേക്ക്. പക്ഷെ നമ്മള് ഭയങ്കരമായിട്ട് ചോദിച്ചത് അനിയായിരിക്കും. കാരണം അനി എല്ലാത്തിനും എല്ലാ പടം പുള്ളി സോഷ്യൽ മീഡിയയിൽ ആ പടം ഇറങ്ങുന്നതിന് തലേ ദിവസം ഒരു പോസ്റ്റ് ഇടും. അപ്പൊ ആ പടം അതിനകത്ത് കുറെ ഫയർ ഇമോജി ഉണ്ടാവും, മറ്റേ വേൾഡ് കപ്പ് ഇമോജി ഉണ്ടാവും. അങ്ങനെ അതായത് ഏത് പടം ഹിറ്റ് ആവുന്നതിന് മുമ്പ് പുള്ളി ഇടാറുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടായി. ഈ പടത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ പുള്ളി വന്നോണ്ട് ഇത്തവണ ഞാൻ ഇടറില്ല, ഞാൻ നേരിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം, ഇതാണ് കപ്പ് വിന്നർ ഭയങ്കരമായിട്ട് പറഞ്ഞു. പുള്ളി ഈവൻ പറഞ്ഞു 15 years ആയിട്ടുള്ള ഇതുവരെയുള്ള പുള്ളിയുടെ വർക്കിൽ 34 സിനിമകൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഇതാണെന്ന് പറഞ്ഞു. ഇല്ല, അതില് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. കാരണം വിജയമൊക്കെ പടമൊക്കെ, മോണിക്ക പാട്ട് അടിപൊളി, പിന്നെ എനിക്ക് നാഗാർജുനയുടെ വിജയം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി ഒന്നും പക്ഷെ എല്ലാ വർക്കും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അനിയാണ് ബെസ്റ്റ്. അത് ശരിക്കും പറഞ്ഞ ഒരു ആവറേജ് പടത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണം അനിയാണ്. ആ പടത്തിന് നമ്മളൊരു ഒന്ന് അവിടെ ഇരിക്കണ്ടെങ്കിൽ, ഒന്ന് കുക്ക് ചെയ്ത് ഇരിക്കണ്ടെങ്കിൽ മ്യൂസിക്കാണ്. പക്ഷെ ആളെ ബാക്കിയുള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോ അനിയുടെയും അത്ര ഒരു ഭയങ്കര ഇതായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ആ ഒരു പാട്ട് മാത്രമാണ് ഇതിൽ നല്ലത്, ഭയങ്കര ഹിറ്റാകുള്ളൂ. ബാക്കിയൊന്നും അത്ര. ഈ നമ്മുടെ ആമിർ ഖാനെ റോളക്സ് ആക്കാൻ കൊണ്ടുവന്ന് റോമാൻസ് ആക്കിയ അവസ്ഥയൊക്കെ കാണാന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റാർട്ടിങ്ങില് പുള്ളി വെനിയിലും നിക്കറൊക്കെ ഇട്ടുന്നൊക്കെ ഉള്ള ഇത് ഭയങ്കര സ്വാഗുള്ള ഒരു പ്രത്യേക ഒരു എൻട്രി കൊള്ളാം. അതെ, ആ ഹെലികോപ്റ്ററിന് മിണ്ടി തുടങ്ങിയേക്കും പോയി. പിന്നെ എന്തോ ബീഡിക്ക് വേണ്ടി വന്ന ഒരു അവസ്ഥ. അതെ, അത് പുള്ളി മറ്റേ ഇതില് പൈപ്പിലൊക്കെ വലിച്ചോണ്ടിരിക്കുന്ന ആള് പുതിയതായിട്ട് ഇന്ത്യൻ ബീഡിക്ക് ഇൻട്രൊഡ്യൂസ് ആവുക. പിന്നെ പുള്ളിയുടെ ഫേവറേറ്റ് ബീഡിയായി മാറും. പുള്ളി പിന്നെ അതിനുവേണ്ടി നിൽക്കുകയാണ് പുള്ളി. ബീഡിക്ക് വേണ്ടി വന്ന ഒരു ക്യാമിയോ പോലെ അങ്ങനത്തെ ഒരു അവസ്ഥയായിപ്പോയി. പിന്നെ അത് മാത്രല്ല, ഒരു ഇത്ര നല്ലൊരു വില്ലന് ഇത് കൊടുത്തിട്ട് ഈ പറഞ്ഞൊരു നായകനെ കണ്ടപ്പോ വില്ലന്റെ ഗ്യാങ് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. അത് സ്പോയിലറൊന്നല്ല, ഇവരെ കൂടെ നിൽക്കാമോ എന്ന് ചോദിച്ചിട്ട് വില്ലനേക്കാൾ വീട്ടിലാണ് നടന്നിരിക്കണത്. അത് എന്ന് പറഞ്ഞാൽ ഒന്ന് കാട്ടാൻ നേരത്തെങ്കിലും കുറച്ച് താഴ്ത്തി കാട്ടണമല്ലോ. അത് മറ്റേ ഇതില്ല, ഒരു ക്യാരക്ടർ ആർക്കില്ല, ഒന്ന് ആർക്കും ഇല്ല. ഒരു ക്യാരക്ടറിനെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കല, അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ആ സിറ്റുവേഷനിൽ നായകനാണ് ഹൈ ആയിട്ട് നിൽക്കേണ്ടത്, അപ്പൊ വില്ലന് അങ്ങനെ ഒരു ഭയങ്കര ലേസി റൈറ്റിംഗ് പോലൊരു സാധനം. പിന്നെ എല്ലാ പടത്തിലും ലോക്കി ചെയ്തു വയ്ക്കണ കാര്യങ്ങൾ തന്നെ സെയിം തുടർന്ന് പോവാന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതായത് ഒരു ഏതെങ്കിലും ഒരു പോലീസുകാരനെ അന്വേഷിക്കാൻ വിടുന്നു. പക്ഷെ ഈ കൈദിയായാലും ആയാലും ഇതിലൊക്കെ പോലീസുകാരനെ അന്വേഷിച്ച് വിടാണെങ്കിലും ചെറിയ നടനാണെങ്കിൽ പോലും അവർക്കൊരു പ്രത്യേക തരം ഒരു ഓറ ഉണ്ടാവും. ഇതിൽ അങ്ങനത്തെ ഒരു ഓറ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല. ഉള്ള നമുക്ക് പറയാൻ പറ്റത്തില്ല. ആകെ അത് മാത്രമുള്ള സിനിമയിൽ എന്താ ഓർത്ത് വെക്കണമെന്ന് വെച്ചാൽ ആ ഒരു ക്യാമറ മാത്രം.
വേറെ ഒന്നും സീൻ പോലും ഇല്ല. ഫ്ലാഷ് ബാക്ക് സീൻസ് ഭയങ്കര ഗൂസ് ബമ്പി ആയിരിക്കും വിചാരിച്ചു. ഒന്നുമില്ല. അതായത് നമ്മള് അത് ശരിക്കും ഫ്ലാഷ് ബാക്ക് നെഗറ്റീവ് ഫിലിംസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചു ഇത് അതായിരിക്കും ഈ പടത്തിന്റെ ഏറ്റവും വലിയ ഹെവി സീൻ. ഭാഷയുടെ ഒരു ഇതായിരിക്കും. നാഗാർജുനാണെന്ന് തോന്നുന്നു പറഞ്ഞ 1000 ഭാഷയ്ക്ക് ഒരു കൂലി അങ്ങനെയൊക്കെ പറഞ്ഞ ശരിക്കും പറഞ്ഞ ഭയങ്കര ഭാഷനെ കളിയാക്കണ രീതിയിൽ ഇപ്പൊ വന്ന എല്ലാത്തിലും പ്രമോഷൻ വന്നുകൊണ്ട് ലോകത്ത് ആരും കാണാത്ത ഒരു പടമാണെന്ന് തള്ളിയാണ് എല്ലാം തഗ് ലൈഫ് ഇന്ത്യൻ വന്നപ്പോ പിന്നെ എല്ലാത്തിലും ഗെയിം ചേഞ്ചർ റോഡ് ലോഞ്ചിന് വന്നുകൊണ്ട് ഇങ്ങനത്തെ ഒരു പടം ആരും കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് കലാധിമാരൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കിയ 1000 കോടി കിട്ടണം എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു സിനിമയാണ്. കലാധിമാരൻ അല്ല, നമ്മുടെ രചന തന്നെ പറഞ്ഞിരുന്നത്. അപ്പൊ അങ്ങനെ ലോക്കിയുടെ അടുത്ത് കലാധിമാരൻ ഫസ്റ്റ് പറഞ്ഞ സാധനം ഇതാണ്, 1000 കോടി നമുക്ക് വേണം, എല്ലാരും വെച്ചൊരു പാൻ ഇന്ത്യൻ പടം വേണം എന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. ലോക്കിനെ വെച്ച് ലോക്കാക്കാൻ നോക്കിയതായ ഭയങ്കര ലോക്കായി. സത്യം എനിക്ക് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോക്കി ഇതില് ഒരാള് സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായി. ഓഡിയോ ലോഞ്ചിലൊക്കെ സൂപ്പർ സ്റ്റാർ പറഞ്ഞിട്ടുണ്ട്, വിളിച്ചു വരുത്തി ചെയ്യിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ലോക്കിയുടെ ഫിലിമോഗ്രഫി ഡൗൺ ആവാൻ കാരണം തന്നെ സ്റ്റാർസ് വിളിച്ച് അങ്ങോട്ട് പോയി അവർക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. അതായത് ഒന്നുമില്ലാത്ത സമയത്ത് നഗരം അതൊക്കെ ചെയ്യുന്നിടത്ത് ആ സ്റ്റാർ കാസ്റ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര. ഇപ്പൊ കാർത്തി വന്നപ്പോഴായാലും വലിയ ആൾക്കാരൊന്നും കൂട്ടാതെ നല്ല, കാരണം ആ ടൈമില് പുള്ളിക്ക് സ്വന്തമായിട്ട് ആലോചിച്ചൊരു സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ആ സ്റ്റോറി സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇഷ്ടമുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെയല്ല, ഫസ്റ്റ് തന്നെ കാസ്റ്റ് വരും, അതിന് വേണ്ടി ഒരു സ്റ്റോറി ഉണ്ടാക്കി. അതാണ് പ്രശ്നം തോന്നുന്നു. അറിയില്ല. പിന്നെ നമ്മുടെ ക്യാമറമാനെ പറയുകയാണെങ്കിൽ ഇതിന്റെ ഒക്കെ അതുപോലത്തെ സെയിം കുറെ ഷോട്ടുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് എല്ലാവരും ഭയങ്കരമായിട്ട്, പക്ഷെ ആ ഒരു ലെവലും ഇല്ല വിക്രമിന്റെ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ഷോട്ട് ഇല്ല. കാരണം നമ്മളൊന്ന് ഓർത്തോ, വിക്രമിലൊക്കെ ഒരുപാട് ഷോട്ട്സ് ഉണ്ട്, എല്ലാം മൈൻഡിൽ തന്നെ. അതെ, വിക്രമിനൊക്കെ ഇന്റർവെൽ പഞ്ച് ഇപ്പോഴും മനസ്സിൽ നിന്ന് പോകില്ല. ഇത് ഇറങ്ങിയിട്ട് ഇങ്ങനെ സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതെന്നൊക്കെ പറഞ്ഞാൽ ഇന്റർവെല്ലിന് ആ മാസ സീന് പകരമാണ് ഇതിനകത്ത് തലവരുന്നോണ്ട് മുറിച്ചിട്ടുള്ള സാധനമൊക്കെ അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ മാസ്റ്ററിന്റെ ഒക്കെ ഇന്റർവെല്ല്, ലോക്കി ഇന്റർവെല്ലിന്റെ പേരായിട്ട് ആളായിരുന്നു. ഇത് അതും ഫ്ലാറ്റ് ആയി പോയി. മൊത്തം പടം അത് ഫ്ലാറ്റ് ആയി. അത് ഇങ്ങനെ പയ്യെ പോയിട്ട് ഒരു ഹൈപ്പിലേക്ക് കയറുമെന്ന് വിചാരിച്ച ഹൈപ്പിലേക്ക് കയറാനുള്ള അങ്ങനെ പോയി അവസാനിക്കുക. എന്നാൽ ഒരു ക്ലാസിക് മൂവിയാണോ? അതുമല്ല, ഒരു ആക്ഷൻ മാസ്റ്റർ പോലെ കണ്ട് കൾട്ടായി മാറുമോ അതറിയില്ല കേട്ടോ. എന്ന് പറഞ്ഞാ കണ്ടിരിക്കാം, കൾട്ടായി മാറിയിട്ട് ഞങ്ങൾ ഒന്നും കൂടെ കണ്ടു. അപ്പൊ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഇത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അല്ല, ഓരോ സീൻ ബൈ സീൻ നമുക്ക് പറയാം. എന്തോ ലോക്കി എന്തൊക്കെയോ പണി വെച്ചേക്കണം എന്ന് മാത്രമേ നമുക്ക് ഇത് പറയാനുള്ളൂ. ഇത് ലോകേഷ് അല്ലായിരുന്നെങ്കിൽ, ഇത്രയും സ്റ്റാർസ് ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു മൂവിയായിട്ട് പറയാന്, ഒരു തരക്കേടില്ലാത്ത ഒരു മൂവിയിലേക്ക് സാധനം പോയാന്. ലോക്കി നിക്കണ പൊസിഷൻ വെച്ച് എന്താന്ന് വെച്ചാൽ നമ്മള് ഒരു ഹൈനെ കുറഞ്ഞൊന്നും എക്സ്പെക്ട് ചെയ്യില്ല. ഏറ്റവും ബെസ്റ്റ് നമ്മള് വിചാരിക്കുള്ളൂ. ആൻഡ് ലോക്കി രജനി കോമ്പോ എന്നും പറഞ്ഞപ്പോഴും നമ്മുടെ എക്സ്പ്ലനേഷൻ ഭയങ്കര. അതിപ്പോ രജനി ഈ ഇടെ അടുത്തായിട്ട് ആരൊക്കെ കോമ്പോ പിടിച്ചിട്ടുണ്ടോ? എല്ലാവരും മര്യാദക്ക് നെൽസൺ മാത്രമേ നെൽസനെ പിന്നെ പിടിച്ച ജയിലർ 2 ഇനിയിപ്പോ അതെന്താവെന്ന് കണ്ടറിയണം. അതെ, ഇനിയിപ്പോ അടുത്ത ഇത് ശരിക്കും ഈ പടത്തില് ഞാനൊരു കമൽ ഫാനാണ് എന്ന് ലോക്കി അടിപൊളിയായിട്ട് അതുപോലെ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ നമ്മൾ പോകുന്ന നേരത്തെ അവിടുത്തെ ചർച്ച, അതായത് ബാത്റൂം കിടന്ന മുഴങ്ങാണ്. അല്ല, ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് പറയണ്ടത് ലോക്കിയുടെ ഇത് കഴിഞ്ഞു ഒരുമാതിരി മുഞ്ചി പടം എന്നുള്ള രീതിയിലായി തീരൂല. അത് ഈ പറഞ്ഞാൽ ഒരുപാടൊന്നും ഒരുപാടൊന്നും ആക്കാതെ പുള്ളിയുടെ രീതി ചെയ്ത് കഴിഞ്ഞാൽ പടം ഹെവിയിലേക്ക് പോകും. ഇനിയിപ്പോ റോളക്സ് ഒക്കെ എന്താക്കും എന്തോ കണ്ടറിയാം. ഇത് കണ്ടോട് പേടി. ആകെ റോളക്സ് ഒരു നല്ലൊരു സാധനം വരുന്നത് അടുത്തിടയ്ക്ക് സൂര്യയുടെ ഇനിയിപ്പോ പുതിയതായിട്ട് നല്ല ഇത് നമ്മള് മനസ്സിൽ വിചാരിച്ചേർന്ന സാധനങ്ങളിലൊക്കെ ഒരാള് ഇതാണ്. കണ്ടറിയാം എന്തായാലും. പക്ഷെ നല്ലതാണ്, പുള്ളി കൂടുതൽ ശ്രദ്ധ ചെലുത്തി. അല്ല, അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഇപ്പൊ
എല്ലാ ഇപ്പൊ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന എല്ലാ കളിയും നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ക്യൂരിയോസിറ്റി ഇതൊക്കെ പോകും. പക്ഷെ ഇടയ്ക്ക് ഒരു തോൽവി നല്ലതാ. പക്ഷെ ഇതും ഫ്ലോപ്പ് ആവൂലായിരിക്കും. ഫ്ലോപ്പ് ആവൂല എന്തായാലും. പണം കൂടും, മുടക്കി കാശ് കിട്ടും. ഒരു ഹിറ്റ് മൂവിയിലേക്ക് ഹിറ്റ് മൂവിയിലേക്ക് പോകുമായിരിക്കും, അല്ലാതെ സൂപ്പർ ഹിറ്റിലേക്കോ അങ്ങനെ ഒന്നും പോകില്ല എന്നാണ്. ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറയണമെന്നുള്ളൂ. ഇതിങ്ങനെ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. അത് നമ്മുടെ ഇഷ്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് ആവണമെന്നില്ല, ആർക്കും ആവണമെന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ ചിലവർക്ക് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, ഒട്ടും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞവര് ആരോ പുറത്തിറങ്ങിയപ്പോ ഇങ്ങനെ അവർ കൂട്ടത്തിൽ പറയാണ്ടായിരുന്നു, ഞാൻ ഒരുപാട് പ്രതീക്ഷ ഒന്നും വന്നില്ല, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്കൊരു ആവറേജ് മൂവി പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അങ്ങനെ എല്ലാവരും അങ്ങനെ നിൽക്കുന്നതാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും പടം കാണാൻ എല്ലാവരും. ഞങ്ങൾക്കൊരു റേറ്റിംഗ് കൊടുക്കാനാണെങ്കിൽ ഞാനൊരു 5ല് 2.5 കൊടുക്കും. ഞാനത്ര ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ എനിക്ക് അത്ര കൊടുക്കാനുള്ളൂ, അല്ലാതെ നമുക്ക് പടത്തിന് അത്ര വലിയ റേറ്റിംഗ് ഒന്നും കൊടുക്കാനില്ല. ഓക്കെ ഗൈസ്, ഇനി ഇതിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേറെ ഏതെങ്കിലും പടം കാണണം. അപ്പൊ ഇനി ആശ്വാസം കിട്ടി ആ പടത്തിൽ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.